കൊല്ലം മൈലക്കാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിന് ദേശീയപാത അതോറിറ്റി അധികൃതർ എത്തിയില്ല. അതിൽ ഒരു താഴ്ന്ന ഒരു ജീവനക്കാരനെ മാത്രമാണ് വിട്ടതെന്ന വിവരമാണിപ്പോൾ ലഭിക്കുന്നത്. അതേസമയം മുതിർന്ന ഉദ്യോഗസ്ഥരാരും അവിടേക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടില്ല. ജില്ലാ കളക്ടർ വിളിച്ച യോഗം തുടങ്ങി. നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് വിണ്ട് കീറുന്നതിൻ്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടെയാണ് റോഡിൽ വിള്ളലുണ്ടായത്. ആ ദൃശ്യങ്ങൾ കാണാം. നടുക്കുന്ന ദൃശ്യങ്ങളാണ്. നിരവധി വാഹനങ്ങളാണ് ഈ സമയത്ത് ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. റോഡ് ഒരു സൈഡിൽ നിന്ന് പൊട്ടി വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഭൂചലനം ഉണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ ഭൂചലനത്തിൽ എങ്ങനെയാണോ റോഡുകൾ പൊട്ടി പിളരുന്നത്, അതുപോലെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. തിരക്കേറിയ സമയമാണ്. ഇതിനിടയിൽ അല്പസമയം തിരക്ക് കുറഞ്ഞിരുന്നു. അതിനിടെയാണ് ആ റോഡ് കൂടുതലായി അതിൽ വിള്ളൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വലിയ ദുരന്തം ഒഴിവായത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നതാണ്. ദേശീയപാത തകർന്നതിൻ്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കെന്ന് അപകടസ്ഥലം സന്ദർശിച്ച മന്ത്രി KN ബാലഗോപാൽ. NHAI ആണ് പൂർണ്ണമായും ചെയ്യുന്നത്. NHAIയുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല. ലാൻഡ് അക്വിസിഷൻ അല്ലാതെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല. പക്ഷെ NHAI ആണ് ടെക്നിക്കലി നോക്കുന്നത്, കോൺട്രാക്ട് അവർ കൊടുക്കുന്നത്. അപ്പൊ NHAIയുടെ കോൺട്രാക്ട് ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ ഇന്ന് തന്നെ അവരുടെ എക്സ്പെർട്സും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വരുമെന്നാണ് പറഞ്ഞത്. ബാക്കി ഇതിന്റെ നടപടിക്രമങ്ങൾ, ഇത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഏജൻസിയും NHAI നോക്കണമെന്നാണ് ഗവൺമെന്റ് അഭിപ്രായം. അവരുടെ ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വം. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ഉണ്ട്. അരുൺരാജ്, ആ യോഗം, കളക്ടർ വിളിച്ചു ചേർത്ത യോഗം തുടങ്ങിയല്ലോ. അതിൽ ദേശീയപാത അതോറിറ്റിയുടെ ആരൊക്കെയാണ് ദേശീയപാത അതോറിറ്റിയെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുക്കുന്നത്? അല്പസമയം മുമ്പാണ് യോഗം ആരംഭിച്ചത്. 10:30-നാണ് കളക്ടർ ദേവിദാസ് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. പക്ഷേ ഈ യോഗത്തിൽ 11:30 ഉദ്യോഗസ്ഥർ, ഈ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ആരും തന്നെ എത്തിയില്ല. തുടർന്ന് കളക്ടർ നിരന്തരമായി അവരെ ബന്ധപ്പെടുകയായിരുന്നു. ഒടുവിലെത്തിയത് ഈ ദേശീയപാത അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ മാത്രമാണ്. ഇക്കാര്യത്തിൽ കളക്ടർ അദ്ദേഹത്തിന്റെ നീരസം പ്രകടമാക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് താൻ വിളിച്ചു ചേർത്തത്. ആ മീറ്റിംഗിൽ എന്തുകൊണ്ടാണ് റീജിയണൽ ഓഫീസിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്താത്തത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. കാരണം അപകടം നടന്നതിന് പിന്നാലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നു. അവിടെ ഉണ്ടായിട്ട് പോലും കളക്ടറേറ്റിലേക്ക് ഇവർ എത്താത്തത് ഇതിനുള്ള പരിഭവം അദ്ദേഹം ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് ഈ യോഗം ആരംഭിച്ചിട്ടുണ്ട്. നിർമ്മാണ കമ്പനി പ്രതിനിധികളും അതുപോലെ തന്നെ NHAIയുടെ ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അടക്കം ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എന്താണ് ഈ അപകടത്തിന്റെ കാരണമെന്ന പ്രാഥമികമായ ഒരു റിപ്പോർട്ട് സ്വാഭാവികമായും ഈ യോഗത്തിൽ കളക്ടർക്ക് മുമ്പിലേക്ക് NHAIയും അതുപോലെ തന്നെ നിർമ്മാണ കമ്പനിയും വെക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണത്തിന് കളക്ടറുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായേക്കും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുടരുന്നത്. സർവീസ് റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുകയാണ് പ്രധാനമായും ലക്ഷ്യം എന്നുള്ളതാണ് NHAI വ്യക്തമാക്കുന്നത്. കാരണം കൂടുതൽ സമയം ഈ ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് വിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡ് അപകടരഹിതമായി തുറന്നു കൊടുക്കുക എന്നുള്ള സാഹചര്യമാണ് നിലവിൽ ആലോചിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും പിന്നടക്കമുള്ള നടപടിക്രമങ്ങൾ വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും യോഗം ഇപ്പോൾ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.